ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വെറൈറ്റി ഇൻഫർമേഷനാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും സാലറി ഉള്ളവർക്ക്, അതായത് സാലറി ഉള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നല്ല, ഇതെല്ലാവർക്കും പറ്റും. ഓക്കെ, ഒരുവിധം സിബിലുള്ള ഒരു 600-ന് മുകളിൽ സിബിലുള്ള എല്ലാവർക്കും ഇത് പറ്റും. സാലറി ഉള്ളവർക്കാണെങ്കിൽ അതിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ഇത് ഒരു പേ ചെക്ക് ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ നമുക്ക് എല്ലാ മാസവും, അതായത് ഒരു 26-ാം തീയതി ഇതിൻ്റെ ബില്ല് ജനറേറ്റ് ചെയ്യും, 5-ാം തീയതി പേ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വന്നിരിക്കുന്നത്. 26-ാം തീയതിക്കുള്ളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് 25,000 രൂപ വരെ നമുക്ക് സെൻഡ് ചെയ്യാം. 26-ാം തീയതി ബില്ല് വരും, 5-ാം തീയതി ഡ്യൂ ഡേറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഞാൻ അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. കാരണം ഞാൻ വേറൊരു വീഡിയോയിൽ വേറൊരു മൊബൈലിൽ റെക്കോർഡ് ചെയ്യാനാണ് ഞാനത് നിങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ഇതിൽ കാണിക്കാൻ പറ്റില്ല, കാരണം അറിയാലോ സ്ക്രീൻഷോട്ട് റെസ്ട്രിക്റ്റഡ് ആണ് ഇങ്ങനത്തെ ആപ്പുകളിൽ, RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനിൽ. അതേപോലെ തന്നെ പറയാൻ വിട്ടുപോയി, ഇത് 100% RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കിത് എല്ലാ മാസവും ഇങ്ങനെ ഇങ്ങനെ റെസ്യൂം കൊടുക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. അത് നമുക്ക് ഫ്യൂസ് ചെയ്ത് വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്യാം. അത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസും എല്ലാം സ്ക്രീൻഷോട്ടിൽ കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് യുണീക്ക് പേ ചെക്ക് എന്നാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം, അതുവഴി തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ പോകുന്നത്, ഇത് നമ്മൾ എടുത്ത ക്യാഷാണ് ഇവിടെ കാണിക്കുന്നത്. 24,999 ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ കാണാം 26-ാം തീയതി, എല്ലാ മാസവും 26-ാം തീയതിയാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. 5-ാം തീയതിയാണ് ഇത് അടയ്ക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഇവിടെ കാണിക്കും, മെയിൻ യുണീക്ക് ക്യാഷ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്ത ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കും. 24,999 ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ പാൻ കാർഡ് നിങ്ങൾക്ക് അറിയാം ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആധാർ കാർഡും പാൻ കാർഡും മറ്റ് ഡീറ്റെയിൽസും എല്ലാം സബ്മിറ്റ് ചെയ്ത് സിമ്പിളാണ്, 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പേ ചെക്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേ ചെക്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് 15,000 രൂപ മാസത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്യാം. അത് എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 15,000 ആണെങ്കിൽ 15,000, 8,000 വേണമെങ്കിൽ 8,000, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എമൗണ്ട് ഇവിടെ നിങ്ങൾക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം. അങ്ങനെ പല ഓപ്ഷൻസും ഇത് അവൈലബിൾ ആണ്. ഇനി ഇത് ചെയ്തിട്ട് നിങ്ങൾ റെസ്യൂം പേ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് ഓപ്പൺ ആകും. നിങ്ങൾ എല്ലാ മാസവും 21-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ എമൗണ്ട് ക്രെഡിറ്റ് ആകുന്നതാണ്. നിങ്ങൾ എടുത്തതിന് ശേഷം ഇത് ആക്റ്റീവ് ചെയ്തതിന് ശേഷം എപ്പോഴും ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഫ്യൂസ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവില്ല. നിങ്ങൾ റെസ്യൂം കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പേ ചെക്ക് ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാണിക്കേണ്ടി വന്നത് നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. അതെനിക്ക് മറ്റൊരു ഫോണിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാമറ കുറച്ച് ക്ലാരിറ്റി കുറവാണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്, ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങളുടെ അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. നിങ്ങളുടെ പേ ചെക്ക് ഹിസ്റ്ററി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഹിസ്റ്ററിയിൽ നിങ്ങൾ എടുത്ത എമൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ പേ ചെക്ക് വഴി 778 രൂപയും പിന്നെ അതുപോലെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് 23,000 രൂപയും ഇവിടെ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നിങ്ങൾ ആധാർ കാർഡ് കൊടുക്കുക, പാൻ കാർഡ് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ സാലറി ഉള്ളവർക്കൊക്കെ ഇപ്പോൾ 5-നും 10-നും സാലറിയൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ 1-ാം തീയതി ക്രെഡിറ്റ് കാർഡിന് അടയ്ക്കണമെങ്കിൽ 1-ാം തീയതി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്യാഷ് എടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റ് എല്ലാ മാസവും ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെയാണ്. ഒരു 1-ാം തീയതി ഒരു മാസത്തെ ഒരു ഡിലേ അല്ലെങ്കിൽ ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിൽ നിന്ന് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുക. കാരണം അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുക. ഒരുപാട് ആപ്ലിക്കേഷനുണ്ട്, തെറ്റിപ്പോകരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാക്സിമം വാട്സപ്പ് ചെയ്യുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.